ശ്രീ സുമിത് ജോർജ്, സേനാപതി വേണു പറയുന്നതും രാഹുൽ പറയുന്നതും ഒക്കെ ഒരേ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിക്കുന്നത് തെളിവാണ്. ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ശരിക്കും രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് മുകളിലേക്കാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത്. പല പാവപ്പെട്ട ആളുകൾക്കുമെതിരെ രാഹുൽ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഈ വിഷയങ്ങളിലൊന്നും തെളിവുകൾ നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ഹാജരാകാൻ രാഹുൽ അതല്ലെങ്കിൽ രാഹുലിനെ പിന്തുണയ്ക്കുന്ന ഇന്ത്യ സഖ്യത്തിന്റെ മറ്റ് നേതാക്കന്മാരൊന്നും തയ്യാറാകുന്നില്ല എന്നതാണ് ഇതിലെ ഒരു വിരോധാഭാസം. എങ്ങനെയാണ് BJP ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? സുമിത് ജോർജ്, ഈ വിഷയത്തെ സംബന്ധിച്ച് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ എല്ലാ കാലഘട്ടത്തിലും ഇത്തരത്തിൽ വലിയ എന്തോ ബോംബ് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ സമയത്തും രാജ്യത്ത് ഓരോരോ ഇത്തരത്തിൽ വലിയ പ്രസ്താവനകളുമായി രംഗത്ത് വരാറുണ്ട്. അതൊക്കെ ഏത് തരത്തിലാണ് അവസാനിക്കുന്നതെന്ന് ഈ ഇന്ത്യയിലെ ജനങ്ങൾ കൃത്യമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നിലവിലുണ്ട്. അപ്പം ഇത് തന്നെ ഇപ്പോൾ ഈ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ എന്തോ വലിയ ബോംബ് എന്ന് പറഞ്ഞാണ് ഇത് ആദ്യം തുടങ്ങുന്നത്. ആ ബോംബ് എന്ന് പറഞ്ഞത് നമുക്കറിയാം, ഒരു നനഞ്ഞ പടക്കമായി തീരുന്ന ഒരു കാഴ്ച ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ ഇവിടെ കോൺഗ്രസിൻ്റെ വക്താവ് സൂചിപ്പിക്കുന്നത് കേട്ടു. ഇപ്പോൾ ഈ 45 ദിവസം എന്ന് പറയുന്ന ഒരു സാങ്കേതികതയാണ്. ഇത് സാങ്കേതികതയല്ല. നമുക്ക് രാജ്യത്ത് നിയമമുണ്ട്, അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട നിയമമുണ്ട്, കോടതിയിലെ നിയമങ്ങളുണ്ട്. അപ്പം ഞാൻ പറയുക, ഇപ്പം ഇവർക്ക് ഓരോ ഘട്ടത്തിൽ ഇപ്പം ഞാൻ പറയുന്നത് എത്രയോ ഘട്ടങ്ങളായി ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായി പരാതി കൊടുക്കുവാനും അല്ലെങ്കിൽ അത് പരിശോധിക്കുവാനുമുള്ള അവസരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഉപയോഗപ്പെടുത്താതെ ഇവർ ഇത്തരത്തിൽ ഞാൻ പറയുന്നത് ഒരു വർഷത്തിന് ശേഷം ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് വന്നതിൻ്റെ സാങ്കേതികത ഇപ്പം ഇപ്പം ഇങ്ങനെ ഒരു വിഷയം ഉന്നയിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിക്കുന്നത് എന്താ? എന്തുകൊണ്ടാണ് ഇതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു പരാതി ഇന്ന ഡേറ്റ് വരെ ഇവർ കൃത്യമായി ഇതിനെ സംബന്ധിച്ച് കൊടുത്തിട്ടില്ല? ഇവർ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുക ജനങ്ങളുടെ മുമ്പിൽ, അല്ലെങ്കിൽ പത്രക്കാരുടെ മുമ്പിൽ ആരോപണം ഉന്നയിക്കുക. അതുപോലെ തന്നെ വോട്ടേഴ്സ് ലിസ്റ്റ് എടുത്തിട്ട് ആൾക്കാരുടെ ഐഡന്റിറ്റി പബ്ലിക്കായിട്ട് കൊണ്ടുവരിക. അപ്പോൾ ഇതിനെയൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദ്യം ചെയ്തിരിക്കുക. അപ്പോൾ ഞാൻ പറയുന്ന ഒരു അടിസ്ഥാനവുമില്ലാതെ രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു നേതാവെന്ന് നിങ്ങൾ തന്നെ പറയുന്ന രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നയാൾ അത്തരത്തിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് എന്ത് അടിസ്ഥാനമാണെന്ന് സാധാരണക്കാർ ചിന്തിക്കുകയില്ലേ? അതിന് ഉത്തരം കൊടുക്കേണ്ട ബാധ്യത നിങ്ങൾക്കില്ലേ? നിങ്ങളിപ്പോൾ ഞാൻ പറയാം, നിങ്ങൾക്ക് നിങ്ങളുടെ ഈ അടിസ്ഥാനപരമായി എത്രയോ കാലത്ത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിങ്ങൾക്ക് എങ്ങനെ അടച്ചുകുറ്റം പറയാൻ കഴിയും? ഒരു സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ജീവനക്കാരായി എത്രത്തോളം ആളുകളുണ്ട്? അതിലും എത്രയോ അധികം ആളുകൾ ആ സംസ്ഥാന സർക്കാർ നിയോഗിച്ചിരിക്കുന്ന ആളുകളാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുക. അപ്പോൾ അങ്ങനെ BLOമാർ സ്ക്രൂട്ടനൈസ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു സാധനം, അതിനുശേഷം നിങ്ങൾക്ക് ഈ വോട്ടർ പട്ടിക കിട്ടിയതിന് ശേഷം അതിന്റെ നക്കല് കിട്ടിയതിന് ശേഷം എത്രയോ തട്ടുകളിൽ 5-6 ഘട്ടങ്ങളിലായി ഈ വിഷയത്തെ സ്ക്രൂട്ടനൈസ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് സമയമുണ്ട്. അതിനുശേഷവും നിങ്ങൾക്ക് 45 ദിവസം സമയം കിട്ടുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾ ഇത്രയും കാലം നോക്കിയിരുന്നു. അപ്പം നിങ്ങൾ പറയുന്നത് എന്താ? നിങ്ങൾ ഡേറ്റ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാലം, ഈ ഒരു വർഷക്കാലം വെച്ച് നിങ്ങൾ ഡേറ്റ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ഈ ഡേറ്റ ഇത്രയും കാലം എടുത്ത് നിങ്ങൾ കളക്ട് ചെയ്തുവെങ്കിൽ എവിടെയാണ് അതിന്റെ തെളിവ്? കൃത്യമായി നിങ്ങൾ ആരോപണം ഉന്നയിക്കുള്ളൂ. ഇപ്പൊ എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത്? മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗണേഷ് കുമാർ പറഞ്ഞത് എന്താ? നിങ്ങൾ 7 ദിവസത്തിനകത്ത് ഒതന്റിക്കായിട്ട് ഇതിന് രേഖ കൊടുക്കണം, അല്ലെങ്കിൽ മാപ്പ് പറയണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനം എന്താ? അത് കൊടുക്കാത്തത് കൊണ്ടല്ലേ? അത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലേ? അത് ചെയ്യാതെ ഇത്തരത്തിൽ ഈ തരംതാണ നടപടികളിലേക്ക് പോകുമ്പോൾ ജനങ്ങൾ അത്തരത്തിലാണ് അതിനെ കാണുക. ഇപ്പൊ നിങ്ങൾ ഈ രാജ്യത്തെ ഏറ്റവും ഉയർന്ന നേതാവ്, ഇന്ത്യ സഖ്യത്തിന്റെ ഏറ്റവും മുതിർന്ന നേതാവ് എന്ന് പറഞ്ഞ് ഈ രാജ്യത്ത് അവതരിപ്പിക്കുന്ന ആ ആളാണ് ഇത്തരത്തിൽ ഒരു വെറും തരംതാണ പരിപാടിയിലേക്ക് പോകുക. അതിനെ ചോദ്യം ചെയ്യുന്നത് ഞങ്ങൾ പറയുന്നത് നോക്കണ്ടല്ലോ. നിങ്ങൾക്ക് ഇവിടെ നിയമമുണ്ട്, രാജ്യത്ത് നിയമമില്ലേ? ആ നിയമം അനുസരിച്ച് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാമായിരുന്നല്ലോ. അത് BJP ഒരിക്കലും അതിനെ എതിർത്തിട്ടില്ലല്ലോ. BJP എവിടെയാണ് നിർത്തത്? ഇപ്പൊ ബീഹാറിൽ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന് പറയുന്ന ഒരു സ്കീം നടപ്പിലാക്കാൻ വേണ്ടി നടത്തി. അപ്പോൾ നിങ്ങൾ പറയുന്നു അവിടെ പ്രശ്നമാണ്. അവിടെ ഏകദേശം 64 ലക്ഷത്തോളം വോട്ട് അവിടെ അവിടെ കട്ട് ചെയ്തു, അവിടെ കുറവ് ചെയ്തു. അതിൻ്റെ അകത്ത് തെറ്റുകുറ്റങ്ങൾ ഉണ്ടെന്ന് കഴിഞ്ഞപ്പോൾ കുറവ് ചെയ്തു. അപ്പോൾ പറയുന്നത് BJPക്ക് വേണ്ടിയിട്ടാണ്. എന്ത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് സുഹൃത്തുക്കളെ നിങ്ങൾ പറയുന്നത്? അത്തരം ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്ന ഘട്ടത്തിൽ രാഹുലും കൂട്ടരും സ്ഥിരമായി ഉന്നയിക്കുന്നു എന്നത് ഒരു വസ്തുതയാണ്.